ഹലോ ഗൈസ്, മാസാവസാനമായപ്പോൾ സാധനങ്ങൾ തീർന്നു. അതുകാരണം ഞങ്ങളുടെ ചട്ടിയും കൊട്ടയൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവുകയാണ്. പോകുന്ന വഴി കാണാൻ ഭയങ്കര അടിപൊളിയാട്ടോ. നിറയെ പൂക്കളും അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളും ഒക്കെയുള്ള ഒരു അടിപൊളി വഴിയാട്ടോ. ഇവിടെ പീച്ച്, ആപ്പിള്, പിന്നെ എന്തൊക്കെയൊക്കെയോ ഫ്രൂട്ട്സുകൾ, ഒരുപാട് പേരറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇതിവിടെ കോമൺ ആയിട്ട് കാണാം. ഇത് കഴിക്കുന്നതാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ആദ്യം ഓടുന്നൊരു കാര്യമുണ്ട്. ഈ വഴിയിൽ കൂടെയൊക്കെ നമ്മുടെ അച്ഛനെയും അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ കമ്പും തയ്യും നമ്മുടെ വീട്ടിലിരുന്നേനെ. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അത് നമ്മുടെ വീട്ടിൽ കൊണ്ട് നടാൻ തോന്നും, അത്രയും ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അരളിച്ചെടി ഒരുപാടുണ്ട് കേട്ടോ. പോകും വഴിതാ ഈ ഒരു പാർക്ക് കണ്ടു. ആ പാർക്കിൽ ചൂടായത് കാരണം വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം കളിച്ച് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് പോകാൻ തുടങ്ങി. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന പോലെ കടയിലെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി വേണം ഞങ്ങൾ കർഫൂർ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഇതിനെ കാരിഫോർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാവരും കർഫൂർ എന്നാണ് പറയണേ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണോ ആവോ. ഇപ്പോൾ സമ്മർ സോൾഡ് നടക്കുക എന്ന് വെച്ചാൽ സമ്മർ ഓഫർ. അത് കാരണം അത്യാവശ്യം ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയത് ആക്ഷനിലാണ്. ആക്ഷൻ എന്നും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ്. കാരണം റീസണബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. നമ്മൾ മലയാളികൾ പൊതുവേ എവിടെ ഓഫറുണ്ടോ അവിടെ പോവല്ലേ പതിവ്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വിലക്കുറവാട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കർഫൂർ പോയപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ ഓരോ കുപ്പിയിൽ പല കളറിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്തതിലിടാം. അപ്പോൾ ചൂടായതുകൊണ്ട് വാങ്ങിയ ഐസ്ക്രീം അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.